ഇവിടെ ഒട്ടും പഠിക്കുകയില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല, തെണ്ടിയെ വെറും. അപ്പം ഞാൻ പോകുമ്പോൾ തന്നെ 9:30 അപ്പോൾ അവൾ അപ്പമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് അവൾ കറിയും വെച്ചു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ. അപ്പം നല്ല വിശപ്പുണ്ട്. 9:30 പോയിട്ട് ആകുമ്പം പിള്ളേർക്കെന്ന് ആഹാരം കൊടുത്തിട്ട് ഉച്ചക്കത്തേനുള്ള പരിപാടി ചെയ്യണം. അങ്ങനെ മോള് കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മോള് കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്നാൽ ഇനി ഡ്രസ്സ് ഇട്ടേക്കാന്ന് പറഞ്ഞു. ഡ്രസ്സിട്ട് എന്തിനാണ് ധൃതി കാണിക്കുന്നത്? അവിടെ കുളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ചെറിയൊരു വീഡിയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കത് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ അടുത്ത് വല്ലപ്പോഴൊക്കെ പോവുള്ളൂ. ഇവൾക്ക് പിള്ളേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. പാടണോ ഡാൻസ് ആടണോ പറക്കണമോ. ഒരു നല്ലൊരു ദിവസമായിരുന്നുണ്ട്. എനിക്കാണെങ്കിലും എന്തൊച്ചയുണ്ടെങ്കിലും ബഹളം ഉണ്ടെങ്കിലും ചൂരും ഇങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ അവളുടെ അനിയത്തിയാണിത്, അനിയൻ്റെ വൈഫ്. അവളും ഒരുപാട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ അവളുടെ ജ്യേഷ്ഠത്തി വരുമെന്ന് പറഞ്ഞു. പിന്നെ പൊന്നാമോടെ അതായത് എൻ്റെ അനിയൻ്റെ ഉമ്മായും ഉപ്പായും എല്ലാവരും ഉണ്ടായിരുന്നു. അനിയൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുള്ള ഇവിടെ മേക്കപ്പും കാര്യങ്ങളും ഡാൻസും കൂത്തും പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കളയിൽ ഉച്ചക്കത്തേനുള്ള ബിരിയാണിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഈ പരിപാടിയെല്ലാം കഴിയുമ്പോൾ മക്കൾക്ക് വിശക്കുകയല്ലേ. 1-2 പേരെയൊക്കെ വെളിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ ഒന്നും അറിയിക്കുകയും ചെയ്തില്ലായിരുന്നു. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടേണ്ട ഒരവസരത്തിൽ ഒരാൾ മാത്രം നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരു വിഷമമുണ്ട്. എന്നാന്ന് വെച്ചാൽ അത് അവളായിട്ട് തന്നെ ആ വിഷമം ഉണ്ടാക്കിയതാണ്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിലൊരു എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സമയത്ത് അവൾക്ക് വരാനോ പോകാനോ പറക്കാനോ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമാണ്. ഇത്രയൊക്കെയാണെങ്കിലും അവളെ പറക്കെന്ന് പറഞ്ഞാലും നമ്മളെക്കൊണ്ട് അത് സാധിക്കുന്നില്ല. അതവൾക്കും അറിയാം. നമുക്ക് ഒരിക്കലും ഒന്നും പോരാ, അങ്ങനെ ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഒരുക്കാനുള്ള മേക്കപ്പ് ഇത്രയൊക്കെ സാധനങ്ങൾ ബോക്സിനകത്ത് ഉണ്ടോ അതെല്ലാം ആ മുഖത്ത് വരണമെന്ന് ആഗ്രഹിച്ചു.
ഡാൻസ് കളിക്കും പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നെയും കൂടെ ഒരുക്കി തരട്ടെ, സമ്മതിക്കുകയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിക്കും, അതിലേക്ക് എല്ലാം കൊടുക്കും. പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് പൊന്നാമളുടെ മുഖം നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി സുന്ദരിയാണ്, അതിനേക്കാൾ സുന്ദരിയായി അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് കമ്മലും മാലയും ഏതാ ഇടേണ്ടതെന്നുള്ളതാണ്. അപ്പം ഇത് അനിയനെ വിളിച്ച് പറഞ്ഞതാണ്, അതായത് പൊന്നാമോടെ അതായത് എൻ്റെ അനിയൻ്റെ പൊന്നാമോടെ വാപ്പച്ചിയുടെ അനിയൻ അവരോട് വിളിച്ച് പറഞ്ഞിട്ട് മെറൂൺ കളർ ഡ്രസ്സാണ്, അപ്പോൾ അതിന് ചേരുന്ന വളയും മാലയും വാങ്ങിച്ചുകൊണ്ട് വന്നത് ഷെഫീഖാണ്. കൈ പോരുത്, പണിക്കാണ് കിട്ടോ. ഇവിടെ പോരരുത്. അയ്യോ വീഡിയോ അങ്ങോട്ട് പറഞ്ഞു. ഒരു പൂ മതി,